വരട്ടെ 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 വരട്ടെ. ലെറ്റ്സ് ഗോ. എന്താ പള്ളി. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു സ്റ്റുവേർഡ് ഗെയിമിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ ഇവിടെ സ്വന്തം SC ലോറിയായിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ് കുട്ടികളെ. നമ്മൾ ഇന്നൊരു പ്ലാറ്റ്ഫോം മറ്റോണ്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമുക്കിന്നൊരു റിക്കവറി മിഷനാണ് നടത്താനുള്ളത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പജേറോ വെള്ളത്തിൽ മുങ്ങി മൊത്തം നാശമായി കിടക്കുവാണ് ഗൈസ്. അപ്പോൾ അതിനെ റെസ്ക്യൂ ചെയ്യുന്ന മിഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പജേറയുടെ സൈഡ് അത്രയും ഇടിഞ്ഞു പോയിട്ടുണ്ട്. പോരാത്തതിന് മല കയറിയ സമയത്ത് എന്തോ ഓഫ് റോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സംഭവം മറിഞ്ഞ് വെള്ളത്തിൽ വീണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്ന് ഇവിടെ പോയി ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ആ പജേറോനെ എടുത്തുകൊണ്ട് പോയിട്ട് തൊട്ടടുത്തുള്ള ഒരു കിഡിലൻ ഗാരേജിൽ പോയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഇറക്കണം ഗൈസ്. അങ്ങനെ നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാണ്. പുള്ളിക്കാരൻ രാവിലെ തൊട്ടേ ഉറക്കം കേട്ടോ. ഇന്നലെ തലേ ദിവസം നല്ലൊരു ഓട്ടം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ഇപ്പോൾ എണീച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി എന്തായാലും സ്റ്റാർട്ടാക്കാം കേട്ടോ. കുറേ ദിവസം നമ്മൾ SC ലോറിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഏതാ സൗണ്ട് ഗൈസ്? കോൾഡ് സ്റ്റാർട്ടാട്ടാ ചെയ്തത്. വണ്ടി നല്ല തണുത്താണ് കിടന്നത്. ഇപ്പം എന്തായാലും നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അനക്കിയെടുക്കാം കേട്ടോ. നമ്മളെ മിലിറ്ററി ട്രക്ക് ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ കുറേ ദിവസമായി നമ്മുടെ മിലിറ്ററി ട്രക്കൊക്കെ എടുത്തിട്ട് കേട്ടാ. അനങ്ങുന്നില്ലല്ലോ അവിടെ ഇത്. ഓ ഗൈസ്, ചെളിയിലാണ് കേട്ടോ നമ്മൾ ഇട്ടുന്നത്. ആ ഒരു സീനുണ്ട് കേട്ടാ. അങ്ങനെ ശാന്തസുന്ദരമായ സ്ഥലത്തൂടെ നമ്മൾ നമ്മുടെ SC ലോറി എടുത്തിരിക്കുകയാണ് ഗൈസ്. കുറേ ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ആ പജേറ എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അത് ഇച്ചിരി പ്രശ്നമുള്ള പരിപാടിയാണ്. കാരണം നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ഒന്നും അറിയത്തില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് കൊണ്ടുപോകാൻ വേണം കേട്ടോ. അത് എവിടെയാണ് കിടക്കണേന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഏതാണ്ട് ഈ റോഡ് സൈഡിൽ എവിടെയാണെന്നാണ് പറഞ്ഞത്. ഏതോ കുന്നിൻ്റെ മുകളിൽ നിന്ന് വീണെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് അറിയത്തില്ല. സംഭവം ഈ റോഡ് സൈഡ് എവിടെയെങ്കിലും കാണും, നമുക്ക് തപ്പി കണ്ടുപിടിക്കാം. നമുക്ക് സമയമുണ്ടല്ലോ, വേറെ സീനൊന്നുമില്ല ഗൈസ്. നമ്മൾ ആൾവീൽ ഡ്രൈവ് ഒന്നും ഇപ്പോൾ ഇട്ടിട്ടില്ല, കാരണം എക്സ്ട്രീം ഓഫ് റോഡ് വരെയാണ്. നമുക്ക് അപ്പം മാത്രമേ ആ സാധനത്തിൻ്റെ ആവശ്യം വരത്തുള്ളൂ കേട്ടോ. ഇതുപോലത്തെ ഏതൊരു കുന്നിൻ ചെരുവിലാണ് നമ്മൾ വണ്ടി കിടക്കുന്നതെന്ന് പറഞ്ഞു കേട്ടാടേ. ഇവിടെ എവിടെയാണ് സംഭവം, നമുക്ക് തപ്പി കണ്ടുപിടിക്കണം. ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ലൊക്കേഷനാണ് ഈ മാർക്ക് നിങ്ങൾ കാണുന്നത്. ഇവിടെ അടുത്തെവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ് ടയർ പോഞ്ഞാണ് പോകുന്നത് കണ്ടാ. എൻ്റെ അളിയ. ഓക്കെ, ഏതാണ്ട് നമ്മൾ ലൊക്കേഷനിൽ എത്താറായിട്ടുണ്ട്. ഇനി അത് എവിടെയാണെന്ന് ഇവിടെ കണ്ടുപിടിക്കണം. അവിടെ ഇവിടെ എവിടെയെങ്കിലും കാണും കേട്ടോ സംഭവം. നമ്മളെ വണ്ടിക്ക് സ്പീഡ് കുറവാണോ എന്നൊരു ഡൗട്ട് കേട്ടാ. അടിസക്കെ ഗൈസ്, ഇതാ നടക്കുവാണ് കേട്ടോ നമ്മുടെ പജേറോ. ഇവിടെ മറിഞ്ഞ് കിടക്കുവാണ് ആശൻ. ഇതിനെങ്ങനെയും നമുക്ക് ഒളിയാ നോക്കിയ ഗൈസ്. ഈ കുന്നിന്റെ മുകളിൽ നിന്ന് മറിഞ്ഞ് വീണ കേട്ടോ. ഓ ഗൈസ്, വണ്ടി പെട്ടിരിക്കുകയാണ് ഗൈസ്. ഒരു സൈഡ് നല്ല താഴ്ചയാട്ടോ. ആ പോട്ടെ 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 പോട്ടെ. ആ കല്ല് പിടിക്കില്ലടേ. ഫൈനലി മിക്കവാറും പെട്രോൾ അത്ര ഇവിടെ തന്നെ തീരും കേട്ടാ. നമുക്ക് പയ്യെ നമ്മുടെ പജേറോനെ വലിച്ചെടുക്കാൻ നോക്കാം. നടക്കുമെന്ന് അറിയത്തില്ല, നോട്ടെ. ഓക്കെ ഗൈസ്, പതിയെ വലിക്കാവേ. ഹാൻഡ് ബ്രേക്ക് ഇടുന്നത് വണ്ടി ചിലപ്പോൾ ഇറങ്ങിപ്പോവും, അതുകൊണ്ടാട്ടോ ഗൈസ് നമ്മൾ. ഓക്കെ ലെറ്റ്സ് ഗോ. അയ്യോ, ഒടുക്കത്തെ പവർ കേട്ടാ ഈ സാധനത്തിന്. കുറച്ചുകൂടെ ഒന്ന് വലിച്ചു നോക്കാം. ആ വരട്ടെ 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 വരട്ടെ. അത്രേ ഉള്ളൂ ഗൈസ്, വണ്ടി സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പജേറോ റണ്ണിങ് കണ്ടീഷനിലാണോന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അത് ഉരുണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് തൽക്കാലം നമ്മുടെ പ്ലാറ്റ്ഫോം ഒന്ന് താത്തു വെക്കാം. ഒരുപാട് താക്കണ്ട കേട്ടോ, വണ്ടിയിൽ തട്ടാനുള്ള ചാൻസ് കൂടുതല. പോട്ടെ 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 പോട്ടെ. അവിടെ ഒരു കല്ലിരിപ്പുണ്ട് കേട്ടോ, അത് പണിയാവുമെന്ന് അറിയത്തില്ല. വണ്ടി ഓഫ് ചെയ്തിടായിരുന്നു കേട്ടാ. ആ പോട്ടെ, ലെറ്റ്സ് ഗോ. നമുക്ക് നമ്മുടെ പജേറോ ഇനി സ്റ്റാർട്ട് ആവോ നോക്കാം ഗൈസ്. വണ്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ട് എന്ത് പറയുന്നത്, സ്റ്റാർട്ട് ആവോ? ഞാൻ എന്തായാലും ആക്സിലേറ്റർ കൊടുക്കാൻ പോവാണ്. ഓ എടാ, ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലായിരുന്ന സൗണ്ട് ഇല്ലാത്ത പജേറോ എടേ. നമ്മുടെ SC ലോറിയുടെ സൗണ്ട് കാരണം എനിക്ക് സൗണ്ട് പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റില്ല കേട്ടാ. എടാ വണ്ടി ഓക്കെയാണ്, നമുക്കിനി ബോഡി മാത്രം സെറ്റ് ചെയ്താൽ മതി. ഒരുപാട് ദൂരം നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലടേ.
ഓ ലെറ്റ്സ് ഗോ. റിവേഴ്സ് എടുത്ത് കയറ്റാല്ലേ, അതായിരിക്കും നല്ലത്. പോട്ടെ 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 പോട്ടെ. ഓക്കേ ലെറ്റ്സ് ഗോ. അടുത്ത ട്രൈ ആണ് ഗൈസ്. കേറടേ ഒന്ന് കേറടേ. ഡിഫറൻഷ്യൽ ഒക്കെ ഇട്ടേക്കണ. കേറി കേറി കേറി. നാണം കെടുത്തല്ലേ ബ്രോ. സെറ്റ്. അത്രേ ഉള്ളൂ മച്ചാനെ. ഹാൻഡ് ബ്രേക്ക് ഇട്ടങ്ങ് നിർത്തി. ഇനി അനങ്ങരുത്, അവിടെ തന്നെ ഇരുന്നോ. ഓക്കെ വരട്ടെ 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 മച്ചാനെ. അത്രേ ഉള്ളൂ, വരട്ടടാ. ലെറ്റ്സ് ഗോ ഗൈസ്. ആ സാധനം നമുക്ക് കറക്റ്റ് വെച്ചില്ലേ നമുക്ക് പണിയാവും കേട്ടാ. നമുക്ക് ആദ്യം വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് എടുക്കാം. പതിയെ പോവാ മറിയാണ്ട് കൊണ്ടുപോവാ. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇത് സെറ്റ് ആക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു സൈഡ് വണ്ടി മറിയാനുള്ള ചാൻസ് ഉണ്ട്. ഇതെന്തുവാടാ ഇങ്ങനെയാടാ കൊണ്ടുപോകണ്ടേ. ഓക്കെ ഓക്കെ, വണ്ടി നിരപ്പുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിന്നെ ആദ്യം താഴെ ഇറക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ കയറ്റാം. നമുക്ക് ഫ്രണ്ട് തിരിച്ച് കയറ്റാട്ടോ, അതായിരിക്കും നല്ലത്. ഓക്കെ ഫൈനലി നമ്മൾ നിരപ്പായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ചപ്പോ കറക്റ്റായിട്ട് കയറിയാട്ടാ. അതെന്താ നിനക്ക് ആദ്യമേ അവിടെ കയറിയാല്. ആ ബാ ബാ പൊങ്ങട്ടെ പൊങ്ങട്ടെ പൊങ്ങട്ടെ. ഞാൻ നോക്കിയപ്പോ വണ്ടി മാത്രം അങ്ങോട്ട് പോണ്. ഓക്കെ ഗൈസ്, വണ്ടി സെറ്റ് ആയിട്ടിരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം ലോക്ക് ചെയ്യണം. അവിടെ പാക്ക് ട്രക്സ് ആൻഡ് ട്രെയിലേഴ്സ്. ഓക്കെ ഇനി അനങ്ങത്തില്ല, ഇനി അവിടെ ഇരുന്നോളാം, മനസ്സിലായ? അനങ്ങരുത്. ഇനി എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം. നമുക്ക് ഗാരേജിൽ കൊണ്ടുപോകണം ഈ സാധനം. അത്യാവശ്യം നല്ല വെയിറ്റ് നമ്മളെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടാ. വരട്ടെ 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 വരട്ടെ. ഓ ഗൈസ്, നല്ലൊരു കുത്തിറക്കമാണ് കേട്ടാ ആദ്യം തന്നെ. എന്റെ പള്ളി, ഇത് നല്ല ഇറക്കോടെ. ഇതുവഴി വരണ്ടായിരുന്നു തോന്നിപ്പ. ഇതിങ്ങനെ ഇറങ്ങണതിനെക്കാട്ട് സേഫ് എനിക്ക് തോന്നുന്ന മറ്റു രീതിയിൽ ഇറക്കുന്നതാടാ. ഇത് ഇവിടെ നിന്ന് ഇറക്കണ്ട, ഇവിടെ നിന്ന് ഇറക്കണ്ട. ഇവിടെ നിന്ന് ഇറക്കിയ പണിയാവും കേട്ടാ. നമുക്ക് ആ സൈഡ് വഴി ഇറക്കാം. ഈ വണ്ടി മറിക്കല് നമുക്ക് ഇങ്ങനെ ഇറക്കണായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കിയ വീഴൂലെന്ന് തോന്നണ കേട്ടാ. നമുക്ക് എന്തായാലും ഇങ്ങനെ തന്നെ ഇറക്കാം ഗൈസ്. ഞാൻ പതിയെ വെച്ച് ഇറക്കാൻ പോവാണ്. എന്ത് സംഭവിക്കാൻ കണ്ടാ. ഒയ്യോ നല്ല ഇറക്കോടെ. SC ലോറി ഇത് ഇറങ്ങുമോ ഗൈസ്? അതൊക്കെ അത്രേ ഉള്ളൂ, പിന്നല്ല. ചെറുതായിട്ടൊന്ന് ബാക്ക് ഇടിച്ച്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ പുല്ലാണ് നമ്മളെ വണ്ടിക്ക്. ഇനി എങ്ങോട്ടേ? ഈ സ്ഥലം കാണുമ്പോഴേ ഒരുമാതിരി. എടേ അതും തിളവിയേ ഗായ്സ്. ആ വീഴ്ചയിൽ നമ്മളെ വണ്ടി ഇളകിപ്പോയി കേട്ടാ. ഗായ്സ് ഒരു കണക്കിന് നമ്മൾ വീണ്ടും വണ്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടാ. അത് ചെറുതായിട്ട് ഊരിപ്പോയതാണ്, എന്താ കാര്യമൊന്നും അറിയത്തില്ല കേട്ടാ. നമുക്ക് ഈ വഴിയാണ് റൂട്ട് കാണിക്കുന്നേടേ. വണ്ടി മറിയൊന്നും അറിയത്തില്ല. ലെറ്റ്സ് ഗോ. പോട്ടെ 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 പോട്ടെ. എന്റെ പള്ളി, എന്തോന്ന് റൂട്ടർ ചെയ്ത് പക്ക ഓഫ് റോഡ് കേട്ടാ. നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോവാം. കാരണം നമുക്ക് വണ്ടി എത്രയും പെട്ടെന്ന് നമുക്ക് ഗാരേജിൽ കൊണ്ടുപോകണം. എന്നാലേ നമുക്ക് ഈ വണ്ടി റീസ്റ്റോർ ചെയ്ത് കിട്ടത്തുള്ളൂ കേട്ടാ സമയത്തിന്. നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ വണ്ടിയിൽ വേണം നമുക്ക് കുറച്ച് ഓഫ് റോഡൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. പക്ക ഓഫ് റോഡിനുള്ളൊരു പജറാട്ടാ കഴിച്ചത്. ഇതിൽ വേണം നമുക്ക് ഇനി പറഞ്ഞ ദിവസത്തിലൊക്കെ കുറേ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സസ്പെൻഷനൊക്കെ ഇൻക്രീസ് ചെയ്ത് ഒരാൾക്ക് ഓടിക്കാൻ കൊടുത്ത വണ്ടിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ശ്രദ്ധിക്കാതെ കൊണ്ട് ഓടിച്ചില്ലാണ്ടാക്കി കളഞ്ഞേട്ടാ. എൻ്റെ അമ്മു ഗൈസ്, ഒരു കിടിലൻ തേരിയടേ. ഇത് കയറുമെന്ന് അറിയത്തില്ല, നോക്കാം കേട്ടോ, ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ലോഗ് ഇട്ടിട്ടുണ്ട്. ആ പോവാമ്പാ. മിക്കവാറും ഫ്രണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ടടേ. ഓ ഒരു മുതുക്ക് തേരിയടേ. കയറി 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 കയറി. ടയർ അത്യാവശ്യം ഗ്രിപ്പൊക്കെ ഉള്ളതുകൊണ്ട് കയറി പൊക്കോളും കേട്ടാ. എടാ അത് കഴിഞ്ഞിട്ടൊരു ഹെവി തേരി കേട്ടാ. എൻ്റെ അമ്മു, ഇതൊക്കെ കയറൂടെ ഈ വണ്ടി? ഡോണ്ട് നോ ഗൈസ്, നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓ ഇത് കയറും 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 കയറും. ഇവിടെ കണ്ണ് കാണാൻ പറ്റുന്നില്ല വെയിലടിച്ചിട്ട്. ഇതൊട്ടും കാണാൻ പറ്റില്ല.
ഈ റൂട്ട് ഇച്ചിരി പെശ കാട്ടോ, ശരിയല്ല ഗൈസ്, നല്ല പെശ. കണ്ട വണ്ടി നിൽക്കുന്ന നോക്കിയേ. ആ വരട്ടെ 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 വരട്ടെ. അയ്യോ അങ്ങനെ പോലെ. അങ്ങനെ പോയ പണിയാവും. ലെറ്റ്സ് ഗോ. ആ പോട്ടെ 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 പോട്ടെ. നല്ലൊരു കുത്തിറക്കം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇവിടെ എവിടെയോ ഉണ്ട് സാരം. നല്ലൊരു കുത്തിറക്കം ഇവിടെ എവിടെ ഉണ്ട് കേട്ടാ. എവിടെ വിഴല് 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 വിഴല്. വീണാ ഭയങ്കര മെനക്കെടാട്ടാ ഗൈസ്. നല്ലൊരു ഇറക്കമാണിത്. ഇറങ്ങാം അല്ലേ? ഒന്നും നോക്കണ്ട, അങ്ങ് ഇറങ്ങിയേക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടാളേ പോവേണ്ടത് മച്ചാനെ. വേണ്ട വേണ്ട. ആ പോട്ടെ 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 പോട്ടെ. ചെറുതായിട്ട് തട്ടി കേട്ടാ വണ്ടി. നമുക്കൊന്ന് പതിയെ റിവേഴ്സ് എടുക്കാം. ആ വരട്ടെ 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 വരട്ടെ. ചെറിയ തട്ട് കുഴപ്പമില്ലാട്ടാ ഗൈസ്. കാരണം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ എങ്ങാനും വണ്ടി മറിയാനുള്ള ചാൻസ് കൂടുതലാണ് അവിടെ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഓഫ് റോഡ് അടിക്കുന്ന വണ്ടിയിൽ ചെറിയ തട്ടൊക്കെ സ്വാഭാവികം അല്ലേ? ഒമ്പോ ഒരു കിടില ഇറക്കോടെ. എൻ്റെ അമ്മോ, ഈ കാലിനൊരു ടൂറ് പോയിരുന്നല്ലേ ഇതിനെക്കാട്ടും. അമ്മാതിരി ഇറക്കോടെ. ലെറ്റ്സ് ഗോ. ഡോണ്ട് വറി ഗൈസ്, നമ്മള് സേഫായിട്ട് നമ്മൾ വണ്ടി എത്തിക്കുന്നത്. ഓളിയ എന്തു പറയുന്നത്? ആ വരട്ടെ 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 വരട്ടെ. നമ്മൾ ചെറുതായിട്ടൊക്കെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടാ പോണേ. മൊത്തം ഇറക്കം, കുത്തിറക്കോടെ കുത്തിറക്കം. ആ വരട്ടെ 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 വരട്ടെ. ഇത് മിക്കവാറും ഇന്ന് കണ്ടത്ത് കിടക്കും കേട്ടാ. ഓളിയ പക്ക ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടാ. നമുക്ക് പിന്നെ ഒരു ദിവസം ഇതുവഴി വരണം. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയും കൂട്ടി വരണം കൈ. അടിപൊളി സ്ഥലം കേട്ടാ. പതിയെ വരട്ടെ പതിയെ വരട്ടെ. നമുക്ക് ധൃതിയൊന്നും വേണ്ട കേട്ടാ. ലെറ്റ്സ് ഗോ. എന്റെ പള്ളി. ആ വാ 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 വാ. സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ ആണ്. ചെയ്സ് അടി തട്ടിയിരിക്കും കേട്ടോ. വാടാ കുട്ടാ വാടാ കുട്ടാ. ഇതുവഴി തന്നെ പോകണ്ടേ. ആ വരട്ടെ. ഓ വണ്ടി ഓഫായടേ. എനിക്ക് തോന്നുന്നു പെട്രോൾ തീരാറായെന്ന് തോന്നുന്നുണ്ട്. ആ ചാട്ടം നോക്കിയേ. ഡേ പയ്യവാ പയ്യവാ പയ്യവാ. നോ ധൃതി. ലെറ്റ്സ് ഗോ. ഈ ഏരിയയാണ് ഇച്ചിരി പെശ കേട്ടാ. ഇവിടെ വണ്ടിയുടെ ഫ്രണ്ട് ഇടിക്കും. ഇടിച്ചാ ഇടിച്ചാ ഫുള്ള്. ഓക്കെ. ഓ നൈസായിട്ട് കേറി കേട്ടാടേ. ആ ബാ വന്നാട്ടെ 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 മച്ചാനെ. അതൊക്കെ അത്രേ ഉള്ളൂ. ഏതാ ഇതൊക്കെ പുല്ല് കേട്ടാ അവനെ. വെറും നിസ്സാരം കൈ. ഞാൻ വിചാരിച്ച അവിടെ കുടുങ്ങുന്ന കേട്ടോ. ഞാൻ ഫ്രണ്ടൊക്കെ ഇടിച്ച് നിൽക്കുന്ന വിചാരിച്ചേ. ഒന്നും പറ്റിയില്ല ആശാനെ. നമ്മൾ ഏതാണ്ട് നമ്മൾ റിപ്പയർ ചെയ്യേണ്ട സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. കിടിലൻ ആംബിയൻസ് റൈ. ഏതാ സ്ഥലം ഇല്ലേ? ഏതാ സ്ഥലം ഏതാ സ്ഥലം? ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ് കേട്ടാ പോകേണ്ടത്. ലെഫ്റ്റ് ആണ് കാണിക്കുന്നത് ഗൈസ്. ഇനി അങ്ങോട്ട് എന്തൊക്കെ ഊരാ കുരുക്കുണ്ടെന്ന് ദൈവത്തിന് അറിയാടേ. പോട്ടെ 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 പോട്ടെ. കുറച്ച് റിവേഴ്സ്. ഫുള്ള് ക്ലച്ച് താങ്ങിയാട്ടോ എടുക്കണം ഗൈസ്. വണ്ടി മൊത്തം കരിഞ്ഞ് കരിഞ്ഞ് നാശമായിരിക്കുക. അതാണ് ഈ പുക. ഇത്രയും പുക വരാനുള്ള കാര്യം അതാണ്. ആ വരട്ടെ 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 വരട്ടെ.
ലെറ്റ്സ് ഗോ. ചെണ്ടാളിയ. നമ്മൾ ചെറുതായിട്ട് നമ്മൾ SC ലോറിയിൽ പെയിന്റും കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ട്. കാര്യം നമ്മൾ ചെറുതായിട്ടൊക്കെ കുറെ സ്ക്രാച്ചസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഈ പരിപാടിയിൽ തന്നെ കുറെ സ്ക്രാച്ച് നമ്മളെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത് എന്തായാലും കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് ഇറക്കുന്നതായിരിക്കും കേട്ടോ. തടിയൊക്കെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് നാളെ ഒരു ഓട്ടം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഫുള്ള് നമ്മൾ ലോയിലിട്ടാണ് ഗൈസ് ഓടിക്കുന്നത്. ഒമ്പോ ഹെവി ഇറക്കോടെ. പക്ഷേ ഒന്നും വിഷയമല്ല, ഇതിനപ്പുറമുള്ള ഇറക്കം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. അതുകൊണ്ട് ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല ഗൈസ്. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളെ സ്വന്തം ഗാരേജിൽ നമ്മൾ വണ്ടി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിനെ നമുക്കവിടെ സേഫായിട്ട് ഇറക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. വണ്ടി അവർ നാളെയോ മറ്റന്നാളോ കൊണ്ട് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം കേട്ടോ. ആ കാണുന്ന ഓട്ട വീടില്ലേ ഗൈസ്, അതാണ് നമ്മളെ ഗാരേജ് ഇവിടുത്തെ. നമുക്ക് വണ്ടി എന്തായാലും കൊണ്ട് അവിടെ സേഫായിട്ട് ഇറക്കി വെക്കാം. നാളെയോ മറ്റന്നാളോ അവർ വണ്ടി സെറ്റാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കയറ്റണോടെ. നമുക്ക് വണ്ടി റിവേഴ്സ് എടുത്ത് ഇവിടെ ഇറക്കി വെക്കാം കേട്ടോ. ഓ ഫുള്ള് ഒട്ടാണ് കേട്ടോ ഇവിടെ. ലെറ്റ്സ് ഗോ. ഓ കാട് പിടിച്ച് കിടക്കാട്ടോ ഗൈസ്. കാരണം ഇവിടെ അധികം റിപ്പയറിങ്ങിന് ആരും വരാറില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ ഇറക്കണം കേട്ടോ. ലെറ്റ്സ് ഗോ. ബോഡി മാത്രം സെറ്റ് ചെയ്താൽ മതി കേട്ടോ ഗൈസ്. വേറെ സീനൊന്നും നമ്മളെ വണ്ടിക്കില്ല. ബോഡി മാത്രം അവർ സെറ്റ് ചെയ്ത് തന്നാൽ മതി. നാളെയോ മറ്റന്നാളോ നമുക്ക് നമ്മുടെ വണ്ടി കിട്ടുന്നതായിരിക്കും ഗൈസ്. വേറെ സീനൊന്നുമില്ല. പ്രോപ്പറായിട്ട് നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്ത് കൊടുക്കാം. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഓക്കെ, സോ ഗൈസ് നമ്മൾ നമ്മുടെ പജറിൽ ഓഫ് റോഡ് ചെയ്യുന്ന വീഡിയോ അധികം താമസിയാതെ വരുന്നതായിരിക്കും. ഇതെന്തായാലും നാളെയോ മറ്റന്നാളോ നമുക്ക് റിപ്പയർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാണ്ട് കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. സോ നിങ്ങൾ സബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാനുള്ളൊരു മോട്ടീവ് ഉള്ളൂ. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗൈസ്. നമുക്ക് പിന്നൊരു വീഡിയോയിൽ കാണാം.